ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലെറ്റ് എനിവൺ വിത്ത് ഇയേഴ്സ് ലിസൺ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 1992 കാലഘട്ടത്തിൽ നമ്മളെ ഒത്തിരി വിസ്മയിപ്പിച്ച ഒരു സിനിമയാണ് സ്റ്റീഫൻ സ്പിൽബർഗിൻ്റെ ജുറാസിക് പാർക്ക് എന്ന സിനിമ. ആ സിനിമയിലൂടെ നമ്മൾ ദിനോസറുകളെ കുറിച്ച് കേട്ടറിഞ്ഞതാണ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചിന്തിക്കുന്നത് ബൈബിളിൽ ദിനോസറുകളെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളതാണ്. ജോബിൻ്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: നീർക്കുതിരയെ നോക്കുക, നിന്നെ സൃഷ്ടിച്ചതുപോലെ അവനെയും ഞാൻ സൃഷ്ടിച്ചു. കാളയെപ്പോലെ അവൻ പുല്ല് തിന്നുന്നു, അവന്റെ ശക്തി അരയിലും ബലം ഉദരപേശികളിലുമാണ്. അവന്റെ വാല് ദേവദാരു പോലെ ദൃഢവും അവന്റെ കാലുകളിലെ സ്നായുക്കൾ പിണഞ്ഞു നിറഞ്ഞതുമാണ്. അവന്റെ അസ്ഥികൾ ഓട്ടുകുഴൽ പോലെയും അവയവങ്ങൾ ഇരുമ്പഴികൾ പോലെയുമാണ്. അവൻ ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഒന്നാമനാണ്. അവനെ സൃഷ്ടിച്ചവന് മാത്രമേ അവനെ തോൽപ്പിക്കാൻ കഴിയൂ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ആദ്യം 40-15 ഉപയോഗിക്കുന്ന നീർക്കുതിരയെ നോക്കുക എന്ന ദിനോസറും ഡയറക്റ്റായിട്ട് എഴുതിയിട്ടില്ല. നമ്മൾ ഇതിൻ്റെ ഇംഗ്ലീഷ് ബൈബിൾ തപ്പുമ്പോൾ അറിയാം, ലുക്ക് അറ്റ് ബി ഹേമത്ത് എന്നാണ് അതിൻ്റെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അങ്ങനെയാണെന്ന് അറിയില്ല. ബി ഇട്ട് ഹൈഫൻ ഇട്ട് ഹേമത്ത്, അങ്ങനെയാണ് ആ നീർക്കുതിരയ്ക്ക് ഇംഗ്ലീഷ് ബൈബിൾ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ബൈബിൾ പരിഭാഷപ്പെടുത്തിയ കാലഘട്ടത്തിലൊന്നും ദിനോസറുകളെ കൊണ്ട് പഠനം നടന്നിട്ടില്ല. ആ ഒരു പേര് അങ്ങനെ പബ്ലിസിറ്റി ആയിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നീർക്കുതിര എന്നൊരു പദം അവിടെ കൊടുത്തു വച്ചിരിക്കുന്നത്. പക്ഷേ ഇത് വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവന്റെ ശക്തി അരയിലും ഉദരപേശികളിലുമാണ്. അവന്റെ വാല് ദേവദാരു പോലെ ദൃഢവും അവന്റെ കാലുകളിലെ സ്നായുക്കൾ പിണഞ്ഞു നിറഞ്ഞതുമാണ്. അവന്റെ അസ്ഥികൾ ഓട്ടുകൾ പോലെയും അവയവങ്ങൾ ഇരുമ്പഴികൾ പോലെയുമാണ്. അവൻ ദൈവത്തിന്റെ സൃഷ്ടികൾ ഒന്നാമനാണ്. അവനെ സൃഷ്ടിച്ച് മാത്രമേ അവനെ തോൽപ്പിക്കാൻ കഴിയൂ. ഇങ്ങനെ വിക്കിപീഡിയയിൽ ഇങ്ങനെ നമുക്ക് സെർച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ദിനോസറിന്റെ ചിത്രം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് വിചാരിക്കാം, ഒരു പക്ഷേ ദിനോസറിനെ കുറിച്ച് ബൈബിളിൽ പരാമർശിച്ച ഒരു ഭാഗമാണ് ഇതെന്ന് നമുക്ക് അനുമാനിക്കാം. നമുക്ക് അങ്ങനെ വിചാരിക്കാം. നന്ദി, നമസ്കാരം.